ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരമീൻ അച്ചാർ. അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരച്ചൂര. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് 1 മണിക്കൂറത്തേക്ക് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇരുമ്പിയട്ടി വെച്ച് കൊടുക്കാം. ഇരുമ്പിയട്ടിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറുക്കാൻ ആവശ്യമായി. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയെക്കാളും നല്ലത് നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വറുത്തെടുക്കാം. ഒരുവിധം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്കിത് കോരിയെടുക്കാം. മീൻ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിട്ട് വറുത്ത് പോരാം. മീൻ നല്ല വൃത്തിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. മീൻ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, എന്നാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതും കാശ്മീരി മുളക് പൊടിയാണ്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടി നന്നായി ഒന്ന് മൂക്കണം, കരിയാൻ പാടില്ല. പൊടി നന്നായി ഒന്ന് മൂക്കണം. പൊടി മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി വീണ്ടും ഒന്ന് ഇളക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കുക. കേരച്ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്.